നീരജ് എല്ലാത്തിനും സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിരുന്ന ഒരാളായിരുന്നു. അയാളുടെ ലോകം അയാളുടെ തീരുമാനങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്നു. അതിൽ മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചും ഭാര്യയായ മായയുടെ കാര്യത്തിൽ. മായയ്ക്ക് ചെറുപ്പം മുതൽക്കേ ബൈക്കിനോട് ഒരു ഭ്രമമുണ്ടായിരുന്നു. വലിയ ശബ്ദമുണ്ടാക്കി ചീറിപ്പായുന്ന ബൈക്കുകളെ കാണുമ്പോൾ അവളുടെ ഉള്ളിൽ സാഹസികമായൊരു യാത്രയുടെ സ്വപ്നം ചിറകുവിരിച്ചിരുന്നു. എന്നാൽ വിവാഹശേഷം ആ സ്വപ്നം അവൾക്ക് സ്വകാര്യമായി കൊണ്ടു നടക്കേണ്ടി വന്നു. ഒരു ദിവസം മായ ധൈര്യം സംഭരിച്ച് നീരജിനോട് പറഞ്ഞു, എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കണം. അവളുടെ വാക്കുകൾ കേട്ട് നീരജ് ചിരിച്ചു. അതൊക്കെ എന്തിനാ? നിനക്ക് ബൈക്ക് ഓടിക്കണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാമല്ലോ. പെണ്ണുങ്ങൾ ബൈക്ക് ഓടിക്കുന്നത് അത്ര നല്ലതല്ല. അവളുടെ ആഗ്രഹം അവഗണിച്ചുകൊണ്ടുള്ള ആ മറുപടി മായയെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ അവൾക്ക് അവളുടെ ആഗ്രഹം ഉപേക്ഷിക്കാൻ മനസ്സില്ലായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ആ വിഷയം എടുത്തിട്ടു. നീരജ്, എനിക്കെന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം. ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത് എന്റെ വലിയൊരു സ്വപ്നമാണ്. അത് കേട്ടതും നീരജിന്റെ മുഖം ഗൗരവത്തിലായി. ഞാൻ നിനക്ക് വേണ്ടതെല്ലാം വാങ്ങി തരുന്നുണ്ട്, നല്ലൊരു ജീവിതം തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ അപകടം പിടിച്ച കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്? അയാളുടെ വാക്കുകൾ ഒരു ഇരുമ്പുമതിൽ പോലെ അവളുടെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ നിന്നു. താൻ സ്വന്തമെന്ന് കരുതുന്ന ഒരാൾ തന്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കാത്തത് അവളെ തളർത്തിക്കളഞ്ഞു. ആ സംഭാഷണത്തിന് ശേഷം മാസങ്ങളോളം ആ വിഷയം അവർക്കിടയിൽ ഒരു മൗനം പോലെ നിലനിന്നു. അവളുടെ ജീവിതം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയി. ആഗ്രഹം ഉപേക്ഷിക്കാൻ മനസ്സില്ലാതിരുന്ന മായയുടെ ഉള്ളിൽ നീരജിനോടുള്ള അകൽച്ച വളർന്നു തുടങ്ങി. ഒരുമിച്ചു ജീവിക്കുമ്പോഴും അവർക്കിടയിൽ 2 അപരിചിതർക്കിടയിലുള്ള അകലം തോന്നിത്തുടങ്ങിയിരുന്നു. അവൾക്ക് മനസ്സിലായി, അവളുടെ ആഗ്രഹങ്ങളെ അംഗീകരിക്കാത്ത ഒരാളോടൊപ്പം ഈ യാത്ര തുടർന്നാൽ ഒരിക്കലും അവൾക്ക് അവളാകാൻ കഴിയില്ലെന്ന്. മാസങ്ങളോളം നീണ്ട മൗനത്തിനും അകൽച്ചയ്ക്കും ശേഷം ഒരു ദിവസം മായ നീരജിനോട് ഒരു തീരുമാനം അറിയിച്ചു. അത് കേട്ട് അയാൾ ഞെട്ടി. നമുക്ക് പിരിയാം. മായയുടെ വാക്കുകൾ നീരജിന്റെ കാതുകളിൽ ഒരു ഇടിമിന്നൽ പോലെ മുഴങ്ങി. നിനക്കെന്താ ഭ്രാന്തുണ്ടോ മായ? എന്ത് അസംബന്ധമാണിത്? നീരജ് ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കിനി മുന്നോട്ടു പോകാൻ കഴിയില്ല നീരജ്. ഞാൻ സ്വപ്നം കണ്ട ജീവിതമല്ല ഇത്. എന്റെ സ്വപ്നങ്ങൾക്ക് വിലയില്ലാത്തൊരു ലോകത്ത് എനിക്ക് ശ്വാസം മുട്ടുന്നു. മായയുടെ ശബ്ദമിടറി. ഒരു ബൈക്കിനു വേണ്ടി നീ നമ്മുടെ ജീവിതം ഉപേക്ഷിക്കുകയാണോ? ഇതെത്ര അസംബന്ധമാണ്? നീരജ് ആക്രോശിച്ചു. ഇത് ബൈക്കിന്റെ കാര്യം മാത്രമല്ല, എന്റെ ഇഷ്ടങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ, ഒന്നിനും ഈ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഈ ബന്ധം തുടരാൻ കഴിയില്ല. ഞാൻ എന്ന വ്യക്തിയെ എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു. അയാളുടെ ലോകത്തിൽ ഇങ്ങനൊരു തീരുമാനം ഒരു സ്ത്രീ എടുത്താൽ അത്ഭുതമായിരുന്നു. അയാൾ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മായ, നീ ദേഷ്യത്തിൽ പറയുന്നതാണ്. നമുക്ക് സംസാരിക്കാം, എല്ലാം ശരിയാക്കാം. സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു നീരജ്. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അവളുടെ വാക്കുകളിൽ നിസ്സഹായതയും വേദനയും ഉണ്ടായിരുന്നു. അവസാനം നീരജ് സമ്മതിച്ചു. ആ തീരുമാനത്തിന്റെ ഭാരം അവരെ രണ്ടുപേരെയും തളർത്തി. മായ അവളുടെ ബൈക്കെന്ന സ്വപ്നത്തിനായി ഒരുപാട് സ്നേഹിച്ച ഒരാളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നീരജ് ആദ്യമായി അയാളുടെ ഇഷ്ടങ്ങൾക്കപ്പുറം ഒരു സ്ത്രീക്ക് സ്വന്തമായ സ്വപ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. നിയമപരമായ നടപടികൾ വളരെ വേഗം പൂർത്തിയായി. 1 വർഷത്തോളം നീണ്ട വിവാഹബന്ധം വേർപെടുത്തിക്കൊണ്ട് അവർ പിരിഞ്ഞു. അവൾക്ക് അവളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി തുറന്നു കിട്ടി. ആരുടെയും സമ്മതത്തിനായി കാത്തുനിൽക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവൾ പുതിയ ജീവിതം ആരംഭിക്കാനൊരുങ്ങി. ബന്ധം വേർപെടുത്തിയ ശേഷം മായ ആദ്യം ചെയ്തത് ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നതായിരുന്നു. ആരുടെയും സഹായമില്ലാതെ അവൾ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. തുടക്കത്തിൽ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തെങ്കിലും അവൾ പിന്മാറിയില്ല. ഓരോ വീഴ്ചയിലും അവൾ കൂടുതൽ കരുത്തുമായി മാറി. കയ്യിൽ പരിക്കുകളുമായി വീട്ടിലെത്തിയപ്പോൾ അയൽക്കാർ പരിഹസിച്ചു. പെൺകുട്ടിക്ക് പറ്റിയ പണിയല്ല ഇത്, വീട്ടിലടങ്ങിയിരുന്നാൽ പോരെ. അവളുടെ അമ്മയുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷെ മായ ആരുടെ വാക്കുകൾക്കും കാതുകൊടുത്തതേയില്ല. തന്റെ ലക്ഷ്യത്തിലേക്ക് അവൾ ഉറച്ചുനിന്നു. പരിശീലനത്തിന് ശേഷം മായ ഒരു ബൈക്ക് വാങ്ങി. പഴയ നീരജിന്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ അവൾ അവളുടെ പുതിയ ബൈക്കിൽ ആദ്യ യാത്ര നടത്തി. വഴിയിൽ വച്ച് നീരജിനെ അവൾ കണ്ടു. ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു അയാൾ. ബൈക്കിൽ സഞ്ചരിക്കുന്ന മായയെ കണ്ടപ്പോൾ അയാളുടെ മുഖത്ത് അമ്പരപ്പവും വേദനയും ഒരുപോലെ മിന്നിമറഞ്ഞു. തന്റെ ആഗ്രഹങ്ങളെ തടഞ്ഞപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ടതെന്താണെന്ന് നീരജ് തിരിച്ചറിയുകയായിരുന്നു. മായയുടെ ജീവിതം പൂർണ്ണമായും മാറി. അവളിപ്പോൾ സ്വന്തമായി ഒരു സ്ഥാപനം നടത്തുന്നു. ബൈക്കറായ അവൾ മറ്റു പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുന്നു. ആൺകുട്ടികൾക്ക് മാത്രം കഴിയുന്ന ഒന്നല്ല ബൈക്കിംഗ് എന്ന് അവൾ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഒരു ദിവസം മായ അവളുടെ പുതിയ ജീവിതം ആഘോഷിക്കാൻ പുറപ്പെട്ടു. ഒരു കഫേയിൽ വെച്ച് അവൾ നീരജിനെ കണ്ടു.
ആദ്യമായി അവർ ഒരുമിച്ച് മുഖാമുഖം സംസാരിച്ചു. "നീ വളരെ സന്തോഷത്തിലാണല്ലോ മായ. ഞാൻ കാരണം നിനക്ക് നിന്റെ സ്വപ്നം നേടാൻ കഴിഞ്ഞല്ലോ," നീരജ് പറഞ്ഞു. "നിങ്ങൾ കാരണം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ടി വന്നേനെ. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ തിരിച്ചറിഞ്ഞു," മായ മറുപടി പറഞ്ഞു. നീരജിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ മായയുടെ കൈകളിൽ സ്നേഹത്തോടെ പിടിച്ചു. "ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. അന്ന് ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്." മായ ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. അവൾക്ക് അവളായി ജീവിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. അവർ അതിരാത്രിയിൽ സൗഹൃദത്തോടെ സംസാരിച്ചു. നീരജിന് അവളോടുള്ള ബഹുമാനം വർദ്ധിച്ചു. അവൾ സ്വന്തം വഴിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായി മാറിയിരുന്നു. മായ അപ്പോഴും അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മായ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങി: ഹിമാലയൻ യാത്ര. അവളുടെ ബൈക്കിൽ ഇന്ത്യയുടെ മനോഹരമായ കാഴ്ചകളിലൂടെ അവൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. മഞ്ഞുമൂടിയ മലനിരകളും വളഞ്ഞുപുളഞ്ഞ റോഡുകളും തണുപ്പും അവളുടെ ശരീരത്തെ തളർത്തിയില്ല, മറിച്ച് മനസ്സിന് കൂടുതൽ ഊർജം നൽകി. യാത്രയുടെ ഓരോ ഘട്ടത്തിലും അവൾക്ക് പലതരം അനുഭവങ്ങളുണ്ടായി. വിജനമായ വഴികളിൽ അവൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. താൻ സ്വപ്നം കണ്ട ഒരു സാഹസികമായ യാത്രയായിരുന്നു അത്. ഒരു മലയിടുക്കിൽ അവളുടെ ബൈക്ക് കേടായി. അവിടെ വിജനമായിരുന്നു. ആരും സഹായത്തിനുണ്ടായിരുന്നില്ല. ഭയത്തേക്കാൾ ഉപരി അവൾക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. വർഷങ്ങൾക്കിടയിൽ മായ കൂടുതൽ കരുത്തനായി മാറിയിരുന്നു. അവൾക്ക് ബൈക്ക് നന്നാക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ അവൾക്ക് വഴിവക്കിൽ നിന്നും ഒരു മെക്കാനിക്കിന്റെ സഹായം ലഭിച്ചു. അയാൾ മായയെ അത്ഭുതത്തോടെ നോക്കി. "ഇങ്ങനെയൊരു യാത്രയിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്," അയാൾ പറഞ്ഞു. മായ ചിരിച്ചു. സ്വപ്നങ്ങൾ തേടിപ്പോകുമ്പോൾ ലിംഗഭേദമില്ല. യാത്രയ്ക്കിടയിൽ അവൾ പലതരം മനുഷ്യരെ കണ്ടുമുട്ടി. മറ്റു ബൈക്കർമാർ, ഗ്രാമീണർ, സഞ്ചാരികൾ. അവരെല്ലാം മായയുടെ യാത്രയെ അഭിനന്ദിച്ചു. അവൾക്ക് കൂടുതൽ സുഹൃത്തുക്കളെ ലഭിച്ചു. അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ലോകം മുഴുവൻ അവളോടൊപ്പമുണ്ടായിരുന്നു. ഹിമാലയത്തിന്റെ ഉയരങ്ങളിലേക്ക് അവൾ ബൈക്കിൽ കയറുമ്പോൾ തന്റെ ജീവിതം മുഴുവൻ ഒരു ബൈക്ക് യാത്ര പോലെയാണെന്ന് അവൾക്ക് തോന്നി. ആദ്യകാലങ്ങളിൽ തളർച്ചയുണ്ടായി, പിന്നീട് വേഗത കൂടി. ഇപ്പോൾ ലക്ഷ്യത്തിലെത്താറായി. അവൾക്കിപ്പോൾ സ്വന്തമായി ഒരു ലോകമുണ്ട്. ആ ലോകം അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചതാണ്. യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോൾ മായ തന്റെ ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. നീരജുമായുള്ള ബന്ധം, അവളുടെ വിവാഹം, പിരിയൽ, സ്വപ്നം സാക്ഷാത്കരിക്കാൻ എടുത്ത തീരുമാനങ്ങൾ എല്ലാം അവളുടെ മനസ്സിന് കൂടുതൽ വ്യക്തമായി. തന്റെ സ്വപ്നങ്ങളെ അംഗീകരിക്കാത്ത ഒരു ജീവിതം ഉപേക്ഷിക്കാൻ തനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവൾ ഇന്നും ആ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയേനെ. ഒരു ബൈക്ക് ഓടിക്കാനുള്ള ആഗ്രഹം മാത്രമായിരുന്നില്ല തന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം. അത് തന്റെ വ്യക്തിത്വം കണ്ടെത്താനുള്ള ഒരു യാത്ര കൂടിയായിരുന്നു. ഇപ്പോൾ ഹിമാലയത്തിന്റെ കൊടുമുടിയിലേക്ക് അവൾ ഒറ്റയ്ക്ക് കയറുമ്പോൾ അവളുടെ ഉള്ളിൽ വിജയിച്ച ഒരാളുടെ സന്തോഷം നിറഞ്ഞു. ആരുടെയും സഹായമില്ലാതെ സ്വന്തം തീരുമാനങ്ങളിലൂടെ അവൾ ഇവിടം വരെ എത്തി. അവൾക്കിപ്പോൾ സ്വന്തമായി ഒരു ലോകമുണ്ട്. ആ ലോകം അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചതാണ്. അവൾക്കിപ്പോൾ പഴയ നീരജനോട് ദേഷ്യമോ വെറുപ്പോ ഇല്ല. അവൾക്ക് അയാളോട് നന്ദി മാത്രമേയുള്ളൂ. കാരണം അയാൾ കാരണമാണ് അവൾ ഈ സ്വാതന്ത്ര്യം അറിഞ്ഞത്. അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ കഴിയുന്ന ഒരു ലോകത്ത് അവൾക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിഞ്ഞു. അവൾ ഫോണെടുത്ത് നീരജിനെ വിളിച്ചു. "നീരജ്, ഞാൻ ഹിമാലയത്തിലെത്തി. എൻ്റെ യാത്രയുടെ ഏറ്റവും മനോഹരമായ നിമിഷമാണിത്. നീയാ ഞാൻ നിന്റെ യാത്രയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കണ്ടു. നീ എനിക്ക് അഭിമാനമാണ്. നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതിൽ ഞാൻ ഖേദിക്കുന്നു." നീരജിന്റെ ശബ്ദത്തിൽ വിഷമമുണ്ടായിരുന്നു. മായ ചിരിച്ചു. "നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ മാത്രമേ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നുള്ളൂ. എനിക്ക് നീ നൽകിയ സ്വാതന്ത്ര്യത്തിന് നന്ദി." മഞ്ഞുമൂടിയ മലനിരകളിൽ നിന്നും അവൾ തന്റെ ബൈക്കിൽ തിരിച്ച് യാത്ര തുടങ്ങി. അവളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയായിരുന്നു. ഇനി ആരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല, അവൾക്ക് അവളായി ജീവിക്കാൻ കഴിയും. അവൾക്കിപ്പോൾ പഴയ നീരജിനോട് ദേഷ്യമോ വെറുപ്പോ ഇല്ല. അയാൾക്ക് നന്ദി മാത്രമേയുള്ളൂ. കാരണം അയാൾ കാരണമാണ് അവൾ ഈ സ്വാതന്ത്ര്യം അറിഞ്ഞത്. അവൾ സ്വന്തമായി നിർമ്മിച്ച ലോകത്ത് അവൾക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ കഴിഞ്ഞു.